സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോവക്ക കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇത് 12 കോവക്കയാണുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കണം. കോവക്ക ഷുഗർ രോഗികൾക്ക് വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഈ പ്ലേറ്റിൽ കാണുന്നതാണ് വേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 4 വറ്റൽമുളക്, ഒരു ചെറിയ സവോള, 5-6 വെളുത്തുള്ളി, ഒരു നുള്ളു ഉലുവ, 1/2 ടീസ്പൂൺ കൊത്തമല്ലി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഒരു നുള്ളി ഇഞ്ചി കായം. ഒരു ഫ്രൈയിങ് പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം മല്ലി ഇടാം. അതിനുശേഷം ഓരോരോ സാധനങ്ങളായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മല്ലി ഒന്ന് ചെറുതായി മൂത്ത് വന്നാൽ ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ഒന്ന് ചെറുതായി മൂത്ത് വന്നാൽ ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് ചമ്മന്തി അരയ്ക്കേണ്ടത്. ഇനി ഒരു കഷ്ണം തേങ്ങ മുറിച്ചിടാം. ഇവയുടെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഞങ്ങൾ പലതരത്തിലുള്ള ചമ്മന്തിയും ഉണ്ടാക്കാറുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി ചെറുതായി മുറിച്ച കോവക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം.
ഇതിൽ അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ അധികമായാലും ഇതിന് സ്വാദുണ്ടാവില്ല. ഇത് ഹെൽത്തിയായ ഒരു ചമ്മന്തിയാണ്. കോവക്ക പച്ച കഴിച്ചാലും നല്ലതാണ്. സാലഡ് ഉണ്ടാക്കാനും വളരെയധികം നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി കായമിട്ട് കൊടുക്കാം. കോവയ്ക്ക ഒന്ന് നല്ലതുപോലെ വാടി വന്നാലാണ് കായമിട്ട് കൊടുക്കേണ്ടത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തിടാം. ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ചമ്മന്തിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.